ഒരിക്കൽ വൈകുണ്ഠത്തിലേക്ക് ബ്രഹ്മദേവന്റെ കൂടെ ദേവന്മാരും മുനിമാരും ചേർന്ന് മഹാവിഷ്ണുവിന്റെ അടുത്തേക്ക് സങ്കടം ബോധിപ്പിക്കാൻ എത്തി. ദേവേന്ദ്രൻ പറഞ്ഞു, പ്രഭോ, രാവണൻ എന്ന അസുരന്റെ അധർമ്മങ്ങൾ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്നു. 3 ലോകങ്ങളും അവൻ അടക്കി വഴുവനായി തുടങ്ങിയിരിക്കുന്നു. ദേവന്മാർക്ക് അവന്റെ മുന്നിൽ പിടിച്ചു നിൽക്കുവാൻ സാധിക്കുന്നില്ല. മഹാദേവന്റെയും ബ്രഹ്മാവിന്റെ കയ്യിൽ നിന്നും രാവണൻ വരം നേടിയിട്ടുണ്ട്. ദേവ അസുര നാഗകിങ്കരമാർ ആരുടെ കൈകൊണ്ടും അവൻ മരണം ഉണ്ടാകില്ല. പ്രഭു, അവിടുന്ന് ഞങ്ങളെ രക്ഷിച്ചാലും രാവണന്റെ അഹങ്കാരത്തിന് ഒരു അറുതി വരുത്തിയാലും. ഭയപ്പെടേണ്ട, ആ രാവണൻ തന്നേക്കാൾ വലിയ ശക്തി വേറെ ഇല്ല എന്നു കരുതി അവൻ വരം ചോദിച്ചപ്പോൾ മനുഷ്യൻ മൂലവും വാനരൻ മൂലവും മരണം ഉണ്ടാവരുത് എന്ന് പറയാൻ മറന്നിരിക്കുന്നു. ഏത് മനുഷ്യനെ അവൻ പുഴുവിന് സമമായി കണ്ടോ, അതേ മനുഷ്യനായി നാം അവതാരം എടുത്ത് അവനെ ഇല്ലാതെയാക്കുന്നതാണ്. നാം നമ്മുടെ ശക്തികളുടെ കൂടെ അയോധ്യയിലെ രാജാവിന്റെ പുത്രനായി പിറന്ന് അധർമ്മത്തിൽ നിന്നും ഭൂമിയെ രക്ഷിക്കുന്നതാണ്. സരയൂ നദികരയിൽ നീണ്ട ചുവരാൽ സംരക്ഷിക്കപ്പെട്ട മനോഹരമായ നഗരമാണ് കോസലം രാജ്യം. സൂര്യവംശകാരാൽ ഭരിക്കപ്പെട്ട കോസാര രാജ്യം, ഹൃദയഹാരിയായ നദികൾ, അതിഗംഭീരമായ മാളികൾ കൊണ്ട് ധന്യമായ രാജ്യമായിരുന്നു. കോസലത്തിന്റെ തലസ്ഥാനം ആയിരുന്നു അയോധ്യ. സൂര്യവംശ വഴിയായ വന്ന മന്നൻ രഘുവിന് ശേഷം ഭരണാധികാരം ഏറ്റെടുത്തത് ദശരഥൻ ആണ്. ബുദ്ധികൂർമ്മതയും അറിവും ഉണ്ടായിരുന്ന ദശരഥൻ മഹാരാജാവിന് മക്കൾ ഇല്ല എന്നതിൽ കഠിനമായ ദുഃഖം ഉണ്ടായിരുന്നു. ഇതുകാരണം അരമന ശോകത്തിൽ മുഴുകിയിരുന്നു. ഒരു ദിവസം ദശരഥൻ മഹാരാജാവ് ഭാര്യമാരുടെ കൂടെ ചേർന്ന് ദുഃഖിച്ചിരിക്കുമ്പോൾ മഹാമുനി വസിഷ്ഠൻ ഒരു വിഷയം അവതരിപ്പിച്ചു. ദശരഥൻ മഹാരാജാവെ, അവിടുന്ന് മഹർഷി ഋഷി ശൃംഗനെ ക്ഷണിച്ച് പുത്രകാമേഷ്ടി യാഗം നടത്തിയാൽ അങ്ങയുടെ ദുഃഖത്തിന് അറുതി വരുന്നതാണ്. അതിനായുള്ള ഒരുക്കങ്ങൾ കൊട്ടാരത്തിൽ നടക്കുന്ന നേരം കൈലാസത്തിൽ ധർമ്മം പുനഃസ്ഥാപിക്കുവാനായി മഹാവിഷ്ണുവിന്റെ അവതാരം ഭൂമിയിൽ എടുക്കാൻ പോകുന്നു. ഇതേസമയം അദ്ദേഹത്തെ സഹായിക്കുവാനായി നാം നമ്മുടെ ശക്തിയുടെ ഒരു അംശത്തെ ഭൂമിയിൽ പിറവിയെടുക്കാൻ അയക്കുന്നു. പുഞ്ചികസ്ഥല എന്ന അപ്സരസ് ശാപത്താൽ അഞ്ജന എന്ന വാനര പെണ്ണായി ജനിച്ചിട്ടുണ്ട്. അവൾ കേസരിയുടെ ഭാര്യയായി ജീവിക്കുന്നു. ഈ ശാപം നീക്കാൻ ഒരു ദിവ്യപുത്രനെ അവൾ പ്രസവിക്കേണ്ടതുണ്ട്. അതിനായി അവൾ നമ്മെ തപസ്സു ചെയ്യുന്നുണ്ട്. നാം നമ്മുടെ ശക്തിയെ അഞ്ജനയിൽ ജനിക്കുന്നതാണ്. അവൻ വാനരകുലത്തിന്റെ മഹിമ വാനോളം ഉയർത്തുന്ന ഹനുമാൻ എന്ന നാമത്തിൽ അറിയപ്പെടും. അവനെ തടുക്കുവാൻ ഈ പ്രപഞ്ചത്തിൽ ആരും തന്നെ ഉണ്ടാകില്ല. ശിവഭഗവാൻ അഞ്ജനയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് ഈ കാര്യങ്ങൾ ധരിപ്പിച്ചു. അഞ്ജന ഇതുകേട്ട് വളരെ സന്തോഷവതിയായി മഹർഷി വസിഷ്ഠന്റെ ആലോചന പ്രകാരം പുത്രകാമേഷ്ടി യാഗം തുടങ്ങി. പൂജയുടെ അവസാനം അഗ്നികുണ്ഡത്തിൽ നിന്ന് അഗ്നിദേവൻ പ്രത്യക്ഷപ്പെട്ടു. മഹാരാജാവെ, അങ്ങയുടെ അപേക്ഷ സ്വീകരിക്കപ്പെട്ടിരിക്കുന്നു. യാഗാന്ത്യം നിവേദിച്ച പ്രസാദം അങ്ങയുടെ ഭാര്യമാർക്ക് നൽകുക, അഗ്നിദേവൻ പറഞ്ഞു. ദശരഥൻ മഹാരാജാവ് നിവേദിച്ച പ്രസാദവുമായി പത്നിമാരുടെ അടുക്കിലേക്ക് പോയി. എന്നിട്ട് ഇപ്രകാരം പറഞ്ഞു, കൗസല്യെ, ഇത് നിവേദിച്ച പ്രസാദമാണ്. ഇതിൽ പകുതി കഴിച്ചിട്ട് ബാക്കി സുമിത്രക്കും കൈകേയിക്കും നൽകൂ. അപ്പോഴാണ് വായുദേവൻ അമൃതത്തിൽ നിന്നും ഒരു ഭാഗം അഞ്ജനക്കായി കൊണ്ടുപോയി. അഞ്ജനയെ ഏൽപ്പിച്ചു. അഞ്ജന അത് കഴിച്ചു. ദിവസങ്ങൾ കടന്നുപോയി. പുത്രന്മാരുടെ കരച്ചിൽ അരമനയിൽ കേൾക്കുവാൻ തുടങ്ങി. കൗസല്യയുടെ പുത്രനായി മഹാവിഷ്ണു അവതരിച്ചു. അടുത്ത ദിവസം കൈകേയിക്ക് ഒരു പുത്രൻ ജനിച്ചു. സുമിത്രയ്ക്ക് ഇരട്ട കുട്ടികളാണ് ജനിച്ചത്. അയോധ്യ നഗരം ആകെ ഈ രാജകുമാരന്മാരുടെ ജന്മത്തിൽ ആനന്ദിച്ചു ഉല്ലസിച്ചു. ഈ സമയം വനത്തിൽ അഞ്ജന ഒരു കുഞ്ഞിന് ജന്മം നൽകി.